ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പാല് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പായസത്തിലും കേക്കിലും ഒക്കെ ചേർക്കാനായിട്ട് കടയിൽ നിന്ന് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ശ്രീസ് കുക്കിംഗ് വേൾഡ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക് പൗഡർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ്. അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുക്കാം. മിൽക്ക് പൗഡർ നിങ്ങൾ ഗ്ലാസ്സിലാണ് അളക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതും വെള്ളവും എല്ലാം അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നാൽ മതിയാകും. പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, അതായത് പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ് അളന്നെടുത്തത്. ചൂടുവെള്ളം 1/2 കപ്പ്, നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം. 1 ടീസ്പൂൺ നെയ്യ്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ. പിന്നെ ഈ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത് ഷോപ്പിൽ നിന്നൊക്കെ മിൽക്ക് മെയ്ഡ് വാങ്ങുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറാണല്ലോ, അതേപോലെയുള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കളർ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ അവോയ്ഡ് ചെയ്യാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ, പഞ്ചസാര പൊടിച്ചത്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, കൂടി പോകരുത്, 2 പിഞ്ച് തന്നെ മതിയാകും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡറിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായി കിട്ടും. അതുവരെയും നമ്മളിങ്ങനെ കൈ എടുക്കാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്തായാലും ഇത് ചെയ്യാനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്യണം. ഇനി ഇത് കുറച്ചൊക്കെ കട്ട പിടിച്ച് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മിൽക്ക് മെയ്ഡിന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള നല്ല മണം വരുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് ചൂടാറിയ ശേഷം കുറച്ചുകൂടി തിക്കാവും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഇത്രയും ലൂസായിട്ടിരിക്കണം. ഇനി ഇത് ചൂട് മൊത്തം പോകാനായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂട് മൊത്തം പോയി നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ തന്നെ നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമുള്ളൂ നമുക്ക് നല്ല അടിപൊളി മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പായസത്തിനും കേക്കിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ അടിപൊളിയുടെ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.